ഹായ്, ഐ എം റാണി സുരേഷ്. വെൽക്കം ടു ഡു യു നോ സീരീസ് പാർട്ട് 6. നിങ്ങൾക്കറിയാമോ പാർട്ട് 6? ലോകത്തിൽ ഏറ്റവും അധികമായിട്ട് കാണുന്ന ഫ്ലവറിങ് പ്ലാന്റ്സ് ഏതാണെന്നറിയാമോ നിങ്ങൾക്ക്? അതാണ് സൺഫ്ലവർ ഫാമിലി. സൺഫ്ലവർ ഫാമിലിയുടെ ഫാമിലി നെയിം ആസ്റ്ററേസി. അത് ആസ്ട്രേസി എന്ന ഫാമിലിയിലാണ് ഈ ഫ്ലവേഴ്സ് എല്ലാം വരുന്നത്. അതിൽ ലോകത്തിൽ ഏറ്റവും അധികമായി കാണുന്ന ഫ്ലവറിങ് പ്ലാന്റ്സ് ഉള്ളത് ഈ ഫാമിലിയിലാണ്. അപ്പോൾ അതിൽ കുറേ പ്ലാന്റ്സിനെ ഇപ്പോൾ നമുക്ക് കാണാം. ഇത് സൺഫ്ലവർ, പിന്നെ കോസ്മോസ് ഉണ്ട്, സീനിയ ഉണ്ട്. ഇതിലൊരു 30,000 മേലെയുള്ള ഫ്ലവറിങ് പ്ലാന്റ്സ്, 30,000 സ്പീഷീസുള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് ഈ ഫാമിലിയിൽ തന്നെ വരുന്നുണ്ട്. അതാണ് ഇത് ലോകത്തിലേക്ക് ഏറ്റവും അധികം ഫ്ലവറിങ് പ്ലാന്റ്സ് ഉള്ള ഫാമിലി എന്ന് പറയുന്നത്, ഈ സൺഫ്ലവർ ഫാമിലിക്ക്. ഡെയ്സി, കോസ്മോസ്, ജർബേറ, പിന്നെ സീനിയ, കുറേ പ്ലാന്റ്സ് ഉണ്ട് ഇതിൽ. ജമന്തി. ഇത് ആക്ച്വലി ഒരു ഫ്ലവർ അല്ല, കുറേ ചെറിയ ചെറിയ ഫ്ലവർ ചേർന്നാണ് ഈ ഒരു ഫ്ലവർ ഫോം ചെയ്തിരിക്കുന്നത്. ഇതിന് പറയുന്നത് ഇൻഫ്ലോറസൻസ്, അതായത് ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സ്. ഈ ഇൻഫ്ലോറസൻസിന് പറയുന്നത് ക്യാപിറ്റുലം എന്നാണ്. ക്യാപിറ്റുലം അല്ലെങ്കിൽ ഹെഡ് എന്ന് പറയും ഈ ഇൻഫ്ലോറസൻസിൻ്റെ പേര്. ഇതിൽ ഓരോ പൂവും കുറേ ചെറിയ പൂക്കൾ ചേർന്നാണ് ഫോം ആയിരിക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സ് ഒരു ഫ്ലവറിലുണ്ട്. അതാണ് ക്യാപിറ്റുലം ഇൻഫ്ലോറസൻസ് അല്ലെങ്കിൽ ഹെഡ് ഇൻഫ്ലോറസൻസ്. അതെങ്ങനെയാണ് അധികമായി സ്പ്രെഡ് ചെയ്യുന്നത് വെച്ചാൽ, അതിൻ്റെ സീഡ് ഡിസ്പേഴ്സൽ ചെയ്യുന്നത് ഒരു ഡിഫറെൻറ്റ് മെക്കാനിസമാണ്. അതിൻ്റെ സീഡ് ഡിസ്പേഴ്സൽ അതിന് പറയുന്നത് പാരഷൂട്ട് മെക്കാനിസം. നിങ്ങൾ കണ്ടു കാണും, ഡാൻലിയോൺ. അതിൻ്റെ സീഡ് ഇങ്ങനെ വിൻഡിലോടി പറന്നു പോയി ദൂര സ്ഥലങ്ങളിൽ പോയി വീണ് അതവിടെ മുളയ്ക്കും. അങ്ങനെ വേൾഡ് വൈഡ്ലി അത് സ്പ്രെഡ് ആകുന്നുണ്ട്. ഈ സൺഫ്ലവർ ഫാമിലി, ആസ്ട്രേസി ഫാമിലിയിലുള്ള ഫ്ലവേഴ്സ്, പ്ലാന്റ്സ് വേൾഡ് വൈഡ്ലി സ്പ്രെഡ് ആകുന്നതിൻ്റെ കാരണം അതാണ്. മെയിൻലി ഇതിൻ്റെ സീഡ് ഡിസ്പേഴ്സൽ ബൈ വിൻഡ്, അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. അതിനൊരു മെക്കാനിസം ഉണ്ട്, പാരഷൂട്ട് മെക്കാനിസം.